ബാലി ട്രിപ്പിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ടതാണ് ഇവിടുത്തെ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ്. ഇന്നത്തെ ഞങ്ങളുടെ ദിവസം തുടങ്ങുന്നത് ബാലിയിലെ ആക്റ്റീവ് വോൾക്കാനോ ആയിട്ടുള്ള മൗണ്ട് ബാട്ടൂർ സൺറൈസ് കണ്ടാണ്. കറുത്ത ലാവാ മണ്ണിലൂടെയുള്ള ആ യാത്ര ശരിക്കും അത്ഭുതമായിരുന്നു. അതിനുശേഷം ഉബുദിലെ ചെളിയും വെള്ളവും നിറഞ്ഞ പാടങ്ങളിലൂടെയും വാഴത്തോപ്പുകളിലൂടെയും പിന്നെ മനുഷ്യനിർമ്മിതമായ ഗുഹകളിലൂടെയും ഉള്ള 2 മണിക്കൂറോളം നീണ്ടുനിന്ന ഒരു ATV റൈഡ്. അപ്പോൾ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു ബാലി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത്യാവശ്യം മെയിൻ റോഡ് പിടിച്ചും പോകുന്നോണ്ട് കുഴപ്പമില്ല. പക്ഷെ ഫുള്ള് ഫോഗാണ്, നല്ല ഫോഗുണ്ട്. ഇതുപോലത്തെ ജീപ്പിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മളപ്പോ ജീപ്പിനെ പിന്തുടർന്ന് പോവുക. അവർക്കാണ് പ്രോപ്പർ ഫോഗ് ലൈറ്റ് ഒക്കെ ഉണ്ട്. അവര് ഇവിടത്തെ പോയിന്റായിരുന്നു. ഇവിടെ മുതല് നമ്മുടെ കുറച്ച് ഉള്ളിലുള്ള പോയിന്റാണ്. പെട്രോൾ അടിക്കാൻ വരുന്ന സൈഡിലൊക്കെ ഉണ്ടായിരുന്നു. ഓ ശരി, തീർന്നു. ഓ ഇതായിരിക്കും ചിലപ്പോ ഒരു അളവിന് വെച്ചിരിക്കുമായിരിക്കും, ഒരു ഗാലൺ എന്നുള്ളത്. ഓ എന്നിട്ട് വീണ്ടും നിറയ്ക്കും. എന്നിട്ട് ഓക്കെ, അപ്പൊ എത്ര ഗാലനാണ് അടിച്ചെന്ന്, അല്ലെങ്കിൽ മറ്റേ ഇത്ര ലിറ്റർ എന്നുള്ളത് കാണില്ലല്ലോ. ഫുൾ ട്രാൻസ്പെറൻസി ആണ്. നമ്മൾ പെട്രോൾ പമ്പിൽ കാണുന്നുണ്ടാണ് എത്ര ലിറ്റർ ശരിക്കും നടക്കുന്നത്. ഇവിടെ കാണുന്നുണ്ട്. അതെ അതെ, നോക്കിക്കാണ് ഒരാള് ഡാഡി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇരുന്നത്. Husband hold the balance and success. Oh, This one here. You can look yourself. You like with a moonstone? ബ്ലാക്ക് ഫ്ലവർ ഇതാണല്ലേ. this is blue. Yeah, that is focus and concentration and success. See, focus and concentration and success. This one? Beauty aura, balance and success. Because moonstone is for beauty aura. Oh. Onyx is balance and then dragon is for success. You want me to pick some for your family? For your mom, maybe? If your mom have bed and sleep, I have one stone for insomnia. The purple one here. This is for insomnia. Money mantra and success. Good morning from Mount Batur viewpoint. ജീപ്പ് ട്രക്ക് ചെയ്ത് ഒരു 45 മിനിറ്റ്സ് ജീപ്പ് ട്രക്ക് ചെയ്ത് ഞങ്ങൾ മൗണ്ട് ബാട്ടൂർ വ്യൂ പോയിന്റിലെത്തി. സൺറൈസ് ആവുന്നേ ഉള്ളൂ. 6 മണിയാണ് ടൈം. പക്ഷേ ഞങ്ങളുടെ ഡ്രൈവറും പറഞ്ഞു, ജീപ്പിൽ പുള്ളിയും പറഞ്ഞു, അതായത് സൺറൈസ് കാണാൻ ചാൻസ് കുറവാണ്, ഇന്ന് ഭയങ്കര ക്ലൗഡിയാണ്. ഞങ്ങൾ വരുന്ന വഴി ഫുള്ള് ഫോഗായിരുന്നു അല്ലേ? ഭയങ്കര ഫോഗും. ഇന്നലെ രാത്രി അത്യാവശ്യം മഴ പെയ്തു എന്ന് തോന്നുന്നു. റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഫുള്ള് ഇങ്ങനെ നനഞ്ഞൊക്കെ കിടക്കുമായിരുന്നു മഴ പെയ്തിട്ട്. അപ്പോഴേ ഞങ്ങൾ വിചാരിച്ചു ഇന്നിപ്പോൾ സൺറൈസ് ചിലപ്പോൾ കാണാൻ പറ്റില്ലായിരിക്കും എന്ന്. പക്ഷേ ട്രക്കിംഗ് അടിപൊളിയായിരുന്നു അല്ലേ? ജീപ്പ് ട്രക്കിംഗ് അടിപൊളിയായിരുന്നു. ഇവിടെ വന്നപ്പോൾ ശരിക്കും താഴെ ഫുള്ളിങ്ങനെ തിരക്കാണ്. ജീപ്പ് ഇങ്ങനെ അടുക്കി ഇട്ടേക്കുക. വേണ്ട
ഭയങ്കര കളർഫുൾ ജീപ്പ്. ഞങ്ങളുടെ മഞ്ഞ ജീപ്പ്, ഞങ്ങളുടേത് മഞ്ഞ ജീപ്പ്. ഇവിടെ ഇങ്ങനെ ഫുള്ള് ജീപ്പ് അടുക്കി ഇട്ടേക്കാം. ഞങ്ങൾ വിചാരിച്ചു ലേറ്റായി, ഞങ്ങളാണ് ഏറ്റവും ലാസ്റ്റ് കയറിയെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ലേറ്റായി, ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ഏറ്റവും ലാസ്റ്റ് നിൽക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നോക്കിയപ്പോഴത്തേക്കും നമ്മളുടെ ജീപ്പ് ഇങ്ങനെ നേരെ മേലെ കൊണ്ടുവന്നു. മേലെ വന്നിട്ട് ഞങ്ങളിവിടെ 2ാമത്തെ ബെഡിലാണ് നിൽക്കണത്. അതായത് ഇത് ഫസ്റ്റ് വണ്ണ്, ഞങ്ങളത് സെക്കൻഡ്, പിന്നെ താഴോട്ട്, ഫുള്ള് താഴോട്ട്. ഓ അടിപൊളിയല്ലേ രാഹുൽ, ഇതേ ഡ്രോൺ പറത്തി. നമ്മൾ ഏറ്റവും ടോപ്പിലല്ലേ നമ്മുടെ നേരെ മോള്. രാഹുൽ ഇപ്പോഴും രാഹുൽ ഇപ്പോഴും എൻജോയ് ചെയ്യുന്നത്. ഇതാ ഞങ്ങളുടെ ഡ്രൈവർ, പുള്ളിക്കാരനാണ് നമ്മളെ ട്രെക്ക് ചെയ്ത് ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. ഈ കിളിയൊക്കെ പറക്കുന്നുണ്ട് കേട്ടാ. ഡ്രോണ് വരുന്നുണ്ടേ. ഡ്രൈവർ ഇവിടെ പോയി പുള്ളി ഫോട്ടോ എടുത്തു തരാമെന്ന് പറഞ്ഞത്. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഡ്രോൺ വീഡിയോ എടുക്കുന്ന കാരണം പുള്ളി പറഞ്ഞ് 2 മിനിറ്റിൽ വരാമെന്ന്. അങ്ങനെ ഞങ്ങളുടെ മൗണ്ട് ബാറ്റൂർ സൺറൈസ് കഴിഞ്ഞു. പുള്ളി അടിപൊളി വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തത്, അടിപൊളിയായിട്ട് എടുത്തത്, ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇനി നെക്സ്റ്റ് ബ്ലാക്ക് ലാവ എല്ലാവരും പോയി തുടങ്ങി. ഞങ്ങളുടെ ഡ്രൈവർ ഞങ്ങളെ വെയിറ്റ് ചെയ്യാം. അപ്പം ഞങ്ങൾ ബ്ലാക്ക് ലാവ കണ്ടിട്ട് വരാം. ഓക്കെ. ഞങ്ങൾ പോവാൻ നേരത്തെ സണ്ണ് നല്ല മേലെ വന്നു. ഇത്രയും താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്ര വ്യൂ അടിപൊളിയായിട്ട് കിട്ടില്ല, അല്ലെ? വ്യൂ ഒന്നും പ്രോപ്പറായിട്ട് വരില്ല. അവര് എല്ലാം സെറ്റപ്പ് ചെയ്തോണ്ടിരിക്കുക, ടോയ്ലറ്റും. ഓൾമോസ്റ്റ് കറുത്ത മണ്ണ് തന്നെയാ, ഇതും കറുത്ത മണ്ണ് തന്നെയാണ്. മറ്റേ ഇതുപോലെ തന്നെ റോഡായിരുന്നല്ലേ? ആ റോഡ് ഫുള്ളിങ്ങനെ ഏറ്റവും. പിന്നെ സൈഡില് ഇത് ഒണിയൻ അല്ലേ? സ്പ്രിംഗ് ഒണിയൻ ആണോ? ആ സ്പ്രിംഗ് ഒണിയൻ. ഇപ്പൊ മുളക് കണ്ടായിരുന്നു, മറ്റേ വെള്ളമുളക്. സൂര്യൻ ഓൾറെഡി വന്ന്, പക്ഷെ സൂര്യന്റെ വട്ടമൊന്നും കാണുന്നില്ല. ഒരു വെളിച്ചോട്ടുണ്ട്. കൃഷിക്ക് പറ്റിയ മണ്ണ് തന്നെയാ, എല്ലാം നല്ല അടിപൊളിയായിട്ട് വളരുന്നുണ്ട്. ഈ ലെഫ്റ്റ് സൈഡില് ക്യാബേജും സ്പ്രിംഗ് ഒണിയനും ഒക്കെ ഉണ്ട്. നമ്മുടെ ചെക്ക് പോസ്റ്റ് പോലെ, അല്ലെങ്കിൽ ടിക്കറ്റ് ചെക്കിംഗ് പോലെ വരുന്ന. നമ്മൾ ഓൾറെഡി ഓൺലൈൻ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും ക്യാഷ് കൊടുക്കേണ്ടതില്ല, ഓൾറെഡി ഇതെല്ലാം പെയ്ഡാണ്. നല്ല ഇറക്കമാണ്, നമുക്കിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവാത്തത്. അത്യാവശ്യം നല്ല കുത്തനെ ഇറക്കമുണ്ട്. ഈ മുളകൊക്കെ സൈഡിലൊക്കെ വന്നേക്കുന്നു, ഉണ്ടോ? ഇതെല്ലാം സ്പ്രിംഗ് ഒണിയനാ. ഞാൻ നേരത്തെ വിചാരിച്ച നെല്ലാണെന്ന്. രാത്രി അങ്ങോട്ട് പോയപ്പോൾ കാണുന്നുണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ ഇതെല്ലാം സ്പ്രിംഗ് ഒണിയനാ. ഇത് ടൊമാറ്റോ, ഇത് സാധാ ടൊമാറ്റോ. ഇത് ക്യാബേജ്. അതെ, 2 സൈഡിലും അത് തന്നെയാ. അഡ്വഞ്ചറസ് ലാവണ്യ ഓണാണ്. എണീറ്റ് നിന്ന് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാം. എന്ത് ധൈര്യമാണെന്ന് അറിയില്ല, ചുമ്മാ എണീറ്റ് നിൽക്കുന്നൊന്നും രാവിലെ ബാക്കിന്ന് താങ്ങി പിടിച്ചിട്ടുണ്ട്. ഒന്നും പേടിക്കണ്ട. പെട്ടെന്ന് വിചാരിക്കും നെൽപ്പാടമാണ്, പക്ഷെ അല്ല, സ്പ്രിംഗ് ഒണിയൻ. അതേ ക്യാബേജൊക്കെ വിളവെടുത്ത് കഴിഞ്ഞു. നമ്മൾ വിചാരിക്കും നെൽപ്പാടമാണ്, സ്പ്രിംഗ് ഒണിയൻ പാടമാണ്.
വീണ്ടും കൈയൊക്കെ മൂടി പൊതിച്ച ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. വീണ്ടും ഒരാള് നല്ല തണുപ്പാണ്. റോഡ് ഇങ്ങോട്ട് വരുന്നതൊക്കെ നല്ല കാറ്റല്ലേ, ഭയങ്കര തണുപ്പ്. ഞാൻ വിചാരിച്ചു ഞാൻ ഇതെടുത്ത് മൂടി കിട്ടുമ്പോഴത്തേക്കും ബ്ലാക്ക് ലാവ് എത്തും. കറക്റ്റ് അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചതേ ഉള്ളൂ, അപ്പോഴത്തേക്കും ഇവിടെ എത്തും. എവിടെ അവിടെ നിങ്ങൾ ഉച്ചച്ച് വന്നേരും. അപ്പൊ അത് കൊള്ളാലോ. മൗണ്ട് ബാട്ടൂർ സൺറൈസ് കണ്ടിട്ട് ഞങ്ങൾ നേരെ വന്നത് ബ്ലാക്ക് ലാവ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ അവിടെ നിന്ന് സൺറൈസ് വ്യൂ പോയിന്റിൽ നിന്ന് ഒരു 10-15 മിനിറ്റ് നമുക്ക് ഡ്രൈവ് ഉണ്ട്. എന്താണ് ഈ പറയുന്നത്, ഇവിടുത്തെ വില്ലേജിൽ കൂടെയൊക്കെ ഉള്ളൊരു ഡ്രൈവ്. പിന്നെ കുറേ ഫാം ലാൻഡ്സ് ഒക്കെ കണ്ടു. സ്പ്രിങ് ഓണിയൻസ്, ടൊമാറ്റോ, പിന്നെ എന്താണ് ചില്ലി, അങ്ങനെ കുറേ ഉണ്ട്. ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇതേ ബ്ലാക്ക് ലാവയുടെ ഇതിലെത്തി. അപ്പോൾ അവിടെ നിന്നാണ് ശരിക്കും സൺറൈസ് വരുന്നത്. അപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല നേരെ. അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് പോലെ ഉണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞത് 1963-5 പറഞ്ഞു കേട്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ഗ്യാപ്പിൽ കൂടെയായിരുന്നു ലാവ ഇങ്ങനെ ഒലിച്ചു വന്നതെന്ന്. അപ്പോൾ ഇവിടെ ഫുള്ള് ബ്ലാക്ക് ലാവയും ഇങ്ങനെ കല്ലും മണ്ണും ഒക്കെ ആയിട്ട് കിടക്കുക. Now you adore me, adore me. Go ahead now, adore me, adore me. Little did I know she wanted you alone. I thought she was over you, but I guess I was wrong. I came to the party, I laughed at the jokes she made. I wish that I hadn't, 'cause now the joke's on me. I didn't come here just so I could watch you make a mess. I didn't come here to ugly cry in my favorite. സൺറൈസും ബ്ലാക്ക് ലാവയൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് നമ്മളുടെ ഹോട്ടൽ അല്ലേ. തിരിച്ച് നമ്മൾ മറ്റേ ഗോപാലിയുടെ പിക്കപ്പ് പോയിന്റിലോട്ട് അവർ കൊണ്ടാക്കി. അവിടെ നിന്ന് നമ്മൾ കാറെടുത്ത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ആദ്യം വിചാരിച്ച് ഇവിടെ കിണ്ടാമണി കഫേയിൽ എവിടെയെങ്കിലും ഇറങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന്. പക്ഷെ ഞങ്ങൾക്ക് ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ വിചാരിച്ച കിണ്ടാമണി ഇനി പോയി കഴിഞ്ഞാൽ അവിടെ തിരക്കുണ്ടാവും, പിന്നെ നമ്മൾ പിന്നെയും ഒരു മണിക്കൂറെങ്കിലും ഡിലേ ആവും അല്ലേ. അപ്പോൾ നമ്മൾ ATV റൈഡ് ചിലപ്പോൾ കുറച്ച് ടൈറ്റ് ആവും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഉള്ള പ്ലാനിൽ നിന്ന് പിന്നെ പ്ലാൻ മാറ്റണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ ഹോട്ടലിലോട്ട് തന്നെ പോകും. 9 മണിയാകുമ്പോൾ ഞങ്ങൾ ഹോട്ടലിലെത്തും ഇവിടുത്തെ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാം. 10 മണി വരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ജസ്റ്റ് പാക്കൊക്കെ ചെയ്ത് നമുക്ക് ചെക്ക് ഔട്ട് ചെയ്ത് നേരെ ATV റൈഡ് പോകണം. എന്നിട്ടോ ലോറിയുടെ ടയറ് പൊട്ടി. ഞാൻ ജസ്റ്റ് ഓഫ് ചെയ്തതും പടക്കം പൊട്ടുന്ന പോലൊരു സൗണ്ട്. ഞാൻ ഞെട്ടിപ്പോയി. അവരുടെ ടയറും പൊട്ടിപ്പോയി. കഷ്ടമല്ലോ, ഇത്രയും ലോഡുള്ള വണ്ടിയാണ്. വിളിച്ചിരിക്കുന്നു പാവം. അവര് ഈ മണ്ണ് വേറെ അങ്ങോട്ടോ കൊണ്ടുപോകുന്നുണ്ടല്ലേ ഈ ബ്ലാക്ക് സോയില്. നല്ല വളക്കൂറുള്ള മണ്ണാന്ന് തോന്നുന്നു അല്ലേ. പിന്നെ ഇവര് കഷ്ടപ്പെടുന്നുമുണ്ട്, ചുമ്മാ നല്ല നല്ല മെനക്കെട്ട് കൃഷി ചെയ്ത് അധ്വാനിച്ച് കൃഷി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരെ ഇവിടെ ഇല്ല. ഇവിടെ ഒരു ഹോട്ടലോ ഒരു ഫുഡിന്റെ ഒരു ഇതേ കണ്ടില്ല അല്ലേ, ഒന്നും കണ്ടില്ല. ചെറിയ ഷോപ്സ് ഒക്കെ ഉണ്ട്, ബേക്കറി പോലത്തെ അല്ലെങ്കിൽ പെട്ടിക്കട പോലത്തെ. ബേക്കറി അല്ല, പെട്ടിക്കട പോലത്തെ. കിണ്ടാമണിയിലുണ്ട്. അത് ശരിക്കും ഫോറിനേഴ്സിനെ ഉദ്ദേശിച്ച് അല്ലെങ്കിൽ ടൂറിസ്റ്റിനെ ഉദ്ദേശിച്ച് വെച്ചേക്കുന്നതാ. അല്ലാണ്ട് ഈ ലോക്കൽസ് ഫുഡ് കഴിക്കുന്ന ഹോട്ടൽ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അങ്ങനത്തെ ഒന്നും കണ്ടില്ല. അതൊക്കെ ഈ ചെറിയ പെട്ടിക്കട, ബേക്കറി അങ്ങനത്തെ ഇതുപോലത്തെ ഒക്കെ സാധനങ്ങളേ ഉള്ളൂ. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഷോപ്സേ ഉള്ളൂ ഇങ്ങനത്തെ ഒക്കെ.
ഈ നല്ലൊരു ലേക്കിന്റെ വ്യൂ വരുന്നുണ്ട്. കിട്ടുമായിരിക്കില്ല. എന്റെ പൊന്നോ, കൈയുടെ ആരോഗ്യം പോയി. ഒരു സൈഡ് വലിവ്. നേരെ പോകാനാണെങ്കിൽ കുഴപ്പമില്ല, നേരെ പോകാനാണെങ്കിൽ കുഴപ്പമില്ല. മറ്റേ കൈക്ക് ആന തള്ളുക. ഞാനിനി ആലോചിക്കുന്നത് മറ്റേ ആ മൾട്ടി ഫീൽഡിൽ കൂടെ ഒക്കെ പോകുമ്പോ എങ്ങനെ പോകും? എന്തൊരാവേശം! ഉണ്ടാവോ? കുഴപ്പമില്ല. വിരലൊന്ന് സെറ്റ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. വിരൽ ഈ രണ്ടുപേരല്ല വേദിക്കുന്നത്. അതാണ് അല്ലല്ല, വെള്ളം തരാൻ വേണ്ടിട്ട് നിർത്താറുണ്ട്. ബ്രേക്ക് ഉണ്ടാവും. അവരെ നിർത്തിച്ചിട്ട് വെള്ളം ബാക്കിൽ അവിടെ പോയി നിൽക്കുക അല്ലേ? ആ ഒരു കമ്പി പോലെ വെച്ചിരിക്കുന്ന ഇത് അതെ, ഭയങ്കര ബമ്പി റോഡാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് 10 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ പോകുന്നു. ഇതൊക്കെ പേര് പറഞ്ഞില്ലേ, വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഞങ്ങൾ പോയിട്ട് വരാമോ? എനിക്ക് നേരെ പോയി കാട്ടിൽ പ്രോ റൈഡർ
എങ്ങനെ ഉണ്ടായിരുന്നു ATV ഡ്രൈവ്? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. കൊള്ളാം, നല്ല എൻജോയ് ചെയ്തു. പിന്നെ എനിക്കറിയാം, ഞാൻ മറ്റേ ദൈവങ്ങളെയൊക്കെ വിളിച്ച് പുറകിൽ അള്ളി പിടിച്ചിരിപ്പുണ്ടായിരുന്നു. എന്ത് വന്നാലും ഞാൻ കൈ വിടൂല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും കാലുകുത്തല്ല എന്നും പറയും. നമ്മൾ ബൈക്ക് ഓടിക്കുന്നവർക്ക് ഒരു ബാലൻസ് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് കാല് കുത്താനൊരു ടെൻഡൻസി വരുമല്ലോ. അപ്പൊ രാഹുലിന് ഒന്നിങ്ങനെ ഇതാകുമ്പോഴത്തേക്ക് രാഹുലിന് ഒരു കാല് കുത്താനൊരു ടെൻഡൻസി വരും. കാല് കുത്തുമ്പോഴാണ് നമുക്ക് ബാലൻസ് പെട്ടെന്ന് പോകുന്നത്. അപ്പൊ ഞങ്ങള് ATV റൈഡൊക്കെ കഴിഞ്ഞതും ഇവിടെ ഹെവി മഴയും തുടങ്ങി. മഴയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, മഴ പെയ്യല്ലേ. ഒരു ലോഡ് പ്രാർത്ഥനയായിരുന്നു ഇന്നെനിക്ക്. എന്നിട്ട് ഞങ്ങള് ഇവിടുന്ന് ഫുഡും അവര് ലഞ്ചും ഫ്രീ ആയിരുന്നു. ഞങ്ങളെടുത്ത പാക്കേജ് ഒന്നും അല്ല, ജസ്റ്റ് നമ്മളിവിടെ നിന്ന് പേ ചെയ്തതുകൊണ്ട് അവർ നമുക്ക് ലഞ്ചും ഫ്രീ ആന്ന് പറഞ്ഞു. ജസ്റ്റ് ഒരു ഫ്രൈഡ് റൈസും രാഹുൽ ഒരു നൂഡിൽസും കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ തെഗനങ്കൻ വാട്ടർഫോൾസ് പോവാന്നും പറഞ്ഞ് മാപ്പ് ഇട്ട് ഞങ്ങൾ പോവാണ്. മഴയാണെങ്കിൽ ചിലപ്പം ടൈം കുറെ ഇതാണെങ്കിൽ അവിടെ മിക്കവാറും ക്ലോസ് ആവുമായിരിക്കും. 5 മണിയൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ക്ലോസ് ആവും. അങ്ങനെ എന്തായാലും ATV റൈഡ് അടിപൊളിയായിരുന്നു. എല്ലാം മീൻസ് ഒരു തവണയെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്യണം അല്ലേ. നമുക്ക് എന്താണ് ആദ്യം നമ്മളെ ഒരു 2-3 റൗണ്ട് അവര് ഇതാക്കും, പ്രാക്ടീസ് തരും. അപ്പൊ തന്നെ രാഹുൽ ഫെയിലായി. പ്രാക്ടീസ് തന്നെ സാധനം മറ്റേ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. നല്ല പിന്നെ ഞാൻ കാണിച്ചു തന്നില്ല, അത് ഹാൻഡിൽ ഇങ്ങനെ നേരെ വെക്കുമ്പോ പോകുന്നത്. നമ്മൾ കുറച്ചൊന്ന് റൈറ്റിലോട്ട് ചെരിച്ചാൽ മാത്രമേ അത് നേരെ പോകത്തുള്ളൂ. എനിക്കൊന്ന് കുറെ പേര് ഇങ്ങനെ ഓടിച്ചും ഇതൊക്കെ ചെയ്യുന്ന വണ്ടിയല്ല. സൈക്കിളിന്റെ ഹാൻഡിൽ ബാലൻസ് ചെയ്തില്ലേ. പക്ഷെ ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കാല് കുത്തുന്ന ആ ഒരു ഇതും കൂടി മാറിയപ്പോഴത്തേക്കും രാഹുൽ സെറ്റായി. പിന്നെ വെള്ളത്തിലൊക്കെ കിടന്നു മറ്റേ ഷോ ഓഫ് ആയിരുന്നു. ഞാൻ ഫോറിനേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, വെസ്റ്റേണേഴ്സ് ഒക്കെ വരുന്ന അവര് മറ്റേ ഹെവി ഡ്രൈവിംഗ് ആണ്. അവരെന്നാ മറ്റേ വാശിക്കൊക്കെയാ. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാവല്ലോ. നമ്മൾ പിന്നെ ടാൻഡം കൂടെ എടുത്തു. ഞാൻ എന്തായാലും ഓടിക്കില്ല, എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഓടിക്കില്ല. അതിലെ മറ്റേ അവരെയൊക്കെ പരിചയം ഉണ്ടായിരുന്നു, മറ്റേവനൊക്കെ ഒരു പെണ്ണിനെയൊക്കെ. അപ്പൊ അവരെനിക്കൊന്ന് സ്ഥിരം വന്ന് ചെയ്യുന്നതായിരിക്കും. മേ ബി ഒരു മാസത്തേക്കൊക്കെ വന്നിട്ട് നിക്കുന്നതായിരിക്കാം, അറിയില്ല. അപ്പൊ അവര് മറ്റേ വാശിപ്പുറത്താണ്. അവൻ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ ഇവള് മറ്റേ എങ്ങനെയെങ്കിലും തിരിച്ചാലേ കൂടെ വന്ന് അവിടെ ഫ്രണ്ടിൽ പോവും. പിന്നെ ആ പെണ്ണ് ഫുൾ എന്റെ പുറം മൊത്തം ഒരു ചെളിവെള്ളം തെറിപ്പിച്ച് ഡീസെന്റ് ആയിട്ട് ഞാൻ ഫോണൊക്കെ പിടിച്ചിങ്ങനെ പതുക്കെ ഡീസെന്റ് ആയിട്ട് ഇങ്ങനെ ബാക്കി ഇരിക്കുക. ഞാൻ വിചാരിച്ചു മഴയാണോ നോക്കിയപ്പോ ചെളി വെള്ളം, ഫുള്ള് ചെളി വെള്ളം. ഞാനാണെങ്കിൽ നല്ല ഫ്ലൂറസെന്റ് ഒരു ടീഷർട്ട് ഇട്ടിട്ടിരിക്കാം. ബാക്കിന്ന് ഞങ്ങളുടെ ഇവിടെ ഒരു മലയാളി ഫാമിലി ഉണ്ടായിരുന്നു, ഒരു ചേട്ടനും ചേച്ചി. അപ്പൊ അവരിങ്ങനെ വന്നിട്ട് ഫുള്ള് കുളിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അടിപൊളി റൈഡായിരുന്നു. ഇങ്ങനെ വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ റൈസ് ഫീൽഡിന്റെ കൂടെ, പക്ഷെ റൈസ് ഫീൽഡ് ഒന്നും ഇല്ല ഇപ്പം, എനിക്കൊന്നും ടൈം അല്ലാന്ന് തോന്നുന്നു. ജസ്റ്റ് ഒരു ചെറിയൊരു റൈസ് ഫീൽഡ്, പിന്നെ ഒരു പ്ലാന്റ്, ഇത് വാഴത്തോപ്പ്. അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു ജംഗിള് എന്റെ പൊന്ന, ഞാൻ പേടിച്ച്. ജംഗിള് വന്നിട്ട് ആദ്യം തന്നെ ഒരു കുഴി ഇങ്ങനെ ഇറക്കാം. ഞാൻ പിന്നെ സകല ദൈവങ്ങളെ വിളിച്ച് ഞാൻ അങ്ങനെ ഇരുന്നു. എന്തായാലും അതൊക്കെ വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോയി. പിന്നെ നമ്മളുടെ ATV ഭയങ്കര മോശം ATV ആയിരുന്നു. അത് ഏറ്റവും അവസാനം ഞങ്ങള് ജസ്റ്റ് ഇങ്ങനെ ഓൾറെഡി അത് ഇങ്ങനെ എന്തൊക്കെയോ സൗണ്ട് ഒക്കെ അതിന് കേൾക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞങ്ങള് റൈഡ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോ അവരുടെ ഇങ്ങോട്ട് കോമ്പൗണ്ടിലോട്ട് കേറുന്ന അവിടെ വെച്ചിട്ട് സ്റ്റോപ്പായി. പിന്നെ അത് ഓണേ ആയില്ല. അപ്പൊ പുള്ളി പറഞ്ഞു എന്തോ പറ്റിയതാണ്, പുള്ളി എന്നിട്ട് ഉരുട്ടിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര നമ്മുടെ കൂടെ വന്ന ആ ഇൻസ്ട്രക്ടറും ആ പുള്ളിയും അടിപൊളിയായിരുന്നു. അവരൊക്കെ എന്തൊക്കെയോ ഷോ ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ കുറെ തിരക്കുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എന്താണ് കുറേ ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഓൾറെഡി എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ട്. ഇവരൊക്കെ ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെ അഡ്വഞ്ചറസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടായിരിക്കും അവരൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ട് മത്സരിക്കുമായിരുന്നു അവരങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ. നമ്മളും എന്റെ പേടിച്ച് പറഞ്ഞ് ഈശ്വരാ ഇത് പറയല്ലേ അതങ്ങോട്ട് പോവല്ലേ എന്നൊക്കെയായിരുന്നു നമ്മുടെ പ്രാർത്ഥന. അത് നേരെ ഈ പറയുന്ന ഉദ്ദേശിക്കുന്ന റൂട്ടിൽ ആദ്യമൊക്കെ ഞങ്ങൾ അങ്ങനെയായിരുന്നു.
ഇതൊന്ന് നേരെ പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്നായിരുന്നു ആദ്യമൊക്കെ. പിന്നെ രാവിലെ അത്യാവശ്യം സെറ്റായി. പിന്നെ നല്ല രസമുണ്ടായിരുന്നു. രാവിലെ നാളെ നല്ല കൈവേദന ഉണ്ടാവും, ഉറപ്പാണ്. ഇവിടെ ഒന്നും മഴ പെയ്തിട്ടില്ല. ലെഫ്റ്റ് കൈ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞില്ലേ റൈറ്റ് കൈക്കാണ് കൂടുതൽ ഇത് കൊടുക്കേണ്ടി വരുന്നത്. അതായത് ഇങ്ങനെ വളഞ്ഞേക്കുന്നതുകൊണ്ട് എനിക്ക് ലെഫ്റ്റിലോട്ട് വളയ്ക്കണമെങ്കിൽ ഡബിൾ പവർ കൊടുക്കണം. മറ്റേ ഇത് നല്ല തള്ളിയൊക്കെ കുടിക്കുന്നു. അത് ശരിക്കും ഞാൻ മറ്റേ ഇങ്ങനെയൊക്കെ ചിരിച്ചു പിടിക്കുന്നുണ്ട്. കുറെ കഴിഞ്ഞപ്പോ ഇങ്ങനെയൊക്കെ നിൽക്കണം. അപ്പൊ ഞാൻ എന്താ ഇത് ഭയങ്കര പ്രോ റൈഡർ ആയതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ഓടിക്കുന്നത്. അതെല്ലാം വണ്ടി തിരിക്കാൻ വേണ്ടി ഇങ്ങനെ നിന്ന് ഓടിച്ചതാണ്. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കാരണം ഫസ്റ്റ് ടൈം ആണല്ലോ, അപ്പൊ നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്ത്. ഇനി നല്ലൊരു ബൈക്ക്, ATV ബൈക്ക്, നല്ല ബൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് അടിപൊളിയായിട്ട് ഓടിക്കാം. ഇനിയിപ്പം പ്രോ റൈഡറിന് 2 തവണയും കൂടെ ട്രൈ ചെയ്യാത്ത പറ്റില്ല. രാവിലെ തന്നെ അടുത്ത തവണ ഫുള്ള് സെറ്റാണ്, ഒന്നും പേടിക്കണ്ടാന്ന്. എവിടെയാണ് നിങ്ങൾ വന്നത്? നിങ്ങൾ തെഗനങ്കൻ വാട്ടർഫോൾ. തെഗനങ്കൻ വാട്ടർഫോൾസ് കാണാൻ വന്നു. വാട്ടർഫോൾസ് കാണാൻ വന്നിട്ട് താഴെ കുറച്ച് ഹൈക്ക് ചെയ്യണം പോയി. കുറച്ച് സ്റ്റെപ്സ് കയറാനും ഇറങ്ങാനും ഒക്കെ ഉണ്ട്. പിന്നെ വെള്ളം ഞങ്ങൾ നോക്കിയപ്പോൾ ഭയങ്കര കലങ്ങിയ വെള്ളം, ഒരു സുഖമില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ അത്രയും വരെ കഷ്ടപ്പെട്ട് നടന്നിറങ്ങണ്ട, നമ്മൾ ഓൾറെഡി ATV റൈഡൊക്കെ കഴിഞ്ഞ് ഭയങ്കര ടയേർഡായിട്ട് വന്നതാണല്ലോ. എന്നാൽ പിന്നെ കുറച്ച് നേരം വാട്ടർഫോൾസ് ആസ്വദിച്ച് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അതല്ല, അവിടെ നിന്ന് മറ്റേ ഫ്രീ ഫുഡായിരുന്നല്ലോ, അത് ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഭയങ്കര വിശപ്പ് വന്നു. ഒന്നാമത് ഭയങ്കര മറ്റേ റൈഡൊക്കെ ചെയ്ത് രാവിലെയും ട്രക്കിംഗ് ഉണ്ടായിരുന്നു, ജീപ്പ് ട്രക്കിംഗ്. നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ ഫുള്ള് ഇതൊന്ന് കുലുങ്ങുവാണല്ലോ. അത് കഴിഞ്ഞിട്ട് ATV റൈഡും കഴിഞ്ഞു. അപ്പോൾ എനിക്കിന്ന് നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കുറച്ചേ കഴിച്ചുള്ളൂ. ഞാൻ മറ്റേ ആ മധുരമുള്ള സാധനം കഴിച്ചത്. അപ്പോൾ എനിക്ക് അത്രയും ഫീലിംഗ് അല്ലായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഫുഡ് കഴിക്കാമെന്ന്. പക്ഷെ വ്യൂ അടിപൊളിയാട്ടോ. ഇതാണ് വ്യൂ എന്ന് മാത്രമല്ല, അതെ അത്രയും താഴെ എത്തണം നമുക്ക് ഇത് കാണണമെങ്കിൽ. അതെ, വാട്ടർഫോൾസ് കാണണമെങ്കിൽ ഇവിടെ നിന്ന് ഈ ഭാഗത്ത് എവിടെന്നോ നടന്ന് നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി കുറേ ദൂരം പോകണം, അവിടെ വരെ പോകണം. നോക്കിയപ്പോഴത്തേക്ക് വാട്ടർഫോൾസും ദൂരെ നിന്ന് കാണാനല്ലേ ഭംഗി, അടുത്ത് പോയാൽ ഫുള്ള് ചെളിവെള്ളത്തിൽ നമുക്ക് എന്തായാലും ഇറങ്ങാനും പറ്റില്ല. പിന്നെ ഒരു അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് അവിടെയാണെങ്കിൽ ലിഫ്റ്റ് ഉണ്ട്. അവർക്ക് ഡയറക്റ്റ് ലിഫ്റ്റ് ആക്സസ് ഉണ്ട്. വേണമെങ്കിൽ അങ്ങനെ ഡയറക്റ്റ് അവിടെ പോയിട്ട് ഇറങ്ങാം. പിന്നെ അത് ഡേ ക്ലബ് പോലെ നേരത്തെ ബുക്ക് ചെയ്താലൊക്കെ ലാഭം ഉണ്ടാവത്തുള്ളൂ. അതെ, നമ്മളിപ്പം ജസ്റ്റ് പോയി ഫുഡ് കഴിക്കാനാണെങ്കിൽ ചിലപ്പം നല്ല റേറ്റ് ആവും. അതേ ഒരു വ്യൂ തന്നെയാണ് ഇവിടെയും കിട്ടുന്നത് നമുക്കല്ലേ. നമുക്കിവിടെ നിന്നാലും അതേ വ്യൂ തന്നെയാണ് കിട്ടുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അത്രയും ദൂരത്തല്ല വാട്ടർഫോൾസ്, നമുക്ക് അത്യാവശ്യം നല്ല അടുത്ത് കാണാം. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കാം. പിന്നെ വയ്യ, മൊത്തത്തിൽ ടയേർഡായി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഇന്ന് വെറൈറ്റിക്ക് കുറച്ച് പിസ്സയും ബർഗറും ഓർഡർ ചെയ്തിട്ടുണ്ട്. റൈസ് കഴിച്ച് മടുത്ത്. നാസി ഗോരങ്ങും മീ ഗോരങ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ബർഗർ ട്രൈ ചെയ്യാം. അങ്ങനെ ബർഗറും ഒരു പിസ്സയും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വരും. താങ്ക് യു. ഞാൻ ഓർഡർ ചെയ്ത ജിഞ്ചർ ലെമൺ ഗ്രാസ് ലൈം ജ്യൂസ് വന്നിട്ടുണ്ട്. ലൈം ജ്യൂസ് അല്ല, ശരിക്കും ലെമണേഡ് എല്ലാം ഒന്ന് തന്നെയാണ്. നല്ല സാധനം, ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞങ്ങൾ എന്തായാലും പറഞ്ഞു വന്നത്, ഞങ്ങൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് വരാം. അത് കഴിയുമ്പോൾ ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് ഒരു അപ്ഡേറ്റ് തരാം. ഇല്ലെങ്കിൽ വൈൻഡപ്പ് മാത്രം. അപ്പോൾ ശരി, ബൈ.